PSC പരീക്ഷാ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇതിൽ നിയമപരമായ തടസ്സം ഇല്ല എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന നിയമ ഉപദേശം. കാരണം ഒരു കേസ് മാത്രമല്ല ഇപ്പോൾ സർക്കാർ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉൾപ്പെടെയുള്ളവയിലെ പരീക്ഷകളും അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളും ഉൾപ്പെടെ ഒട്ടുമിക്ക പരീക്ഷകളെക്കുറിച്ചും അന്വേഷിക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന PSCയുടെ ഒരു പ്രത്യേക യോഗത്തിൽ വലിയ തരത്തിലുള്ള ഒരു ക്രമക്കേടുകളും നടന്നിട്ടില്ല എന്നും അതെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണെന്നുമായിരുന്നു PSC പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ചില തെറ്റിദ്ധാരണകൾ പരത്തുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും അന്ന് PSC പറഞ്ഞു. പക്ഷേ സർക്കാരിന് ചില കാര്യങ്ങളിൽ ബോധ്യം വന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 ജനുവരി മുതൽ ഒപ്പം ഡിസംബർ 31 വരെയുള്ള 642 പരീക്ഷകളുടെ പേപ്പറുകൾ, പരീക്ഷാ പേപ്പറുകൾ, അതായത് മൂല്യനിർണ്ണയം നടത്തിയ പരീക്ഷാ പേപ്പറുകൾ കത്തിച്ചു കളയാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയാനാണ് ഇപ്പോഴത്തെ PSCയുടെ തീരുമാനം. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാറുണ്ട്. 2 വർഷത്തിലധികം പരീക്ഷാ പേപ്പറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരക്കടലാസുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന പതിവ് PSCക്ക് ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ഈ 1 വർഷ കാലയളവിനിടയിലുള്ള 642 പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് നശിപ്പിച്ചു കളയാൻ പോകുന്നത്. അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, 2023 ജൂലൈ മാസം 13-നാണ് വിവാദമായ പരീക്ഷ നടക്കുന്നത്. ആസൂത്രണ ബോർഡിലേക്കുള്ള 3 വിഭാഗങ്ങളിലേക്കുള്ള ചീഫ്മാരുടെ പരീക്ഷ നടക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ ശമ്പളം വരുന്നത്. ആ പരീക്ഷയാണ് ഇപ്പോൾ വിവാദം ആയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പരീക്ഷയെക്കുറിച്ച് മാത്രം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറെടുക്കുന്നില്ല. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മറ്റു ചില പരീക്ഷകളിലേക്കും നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനു മുമ്പൊരിക്കൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നത് സിവിൽ പോലീസ് ഓഫീസർമാരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് റാങ്ക് പട്ടികയിൽ നടന്ന തട്ടിപ്പായിരുന്നു. വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ഒപ്പം ആൾമാറാട്ടം നടന്നതുമൊക്കെ അന്ന് ചർച്ചയായി. ഒപ്പം ചില ആളുകളെ പോലീസ് പിടിക്കുകയും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം ഈ അന്വേഷണത്തിലേക്ക് വരുന്നത്. എന്തായാലും സർക്കാർ നല്ലൊരു തീരുമാനമെടുത്തു. ഇതുവരെ നടന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ദൃഷ്ടിയിൽ കുഴപ്പമുണ്ട് എന്ന് കാണപ്പെടുന്ന മുഴുവൻ പരീക്ഷകളെക്കുറിച്ചും അന്വേഷിക്കാൻ സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നതെങ്കിൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആഭ്യന്തര വകുപ്പും അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. IG അജിത ബീഗം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. ഈ സംഭവം അന്വേഷിക്കുന്ന ആ അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനമുണ്ടാകും. വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഇനി അന്വേഷണം നടന്നാലും മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. ഇവർക്ക് നിയമപരമായ നടപടികൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് ചെയർമാനെതിരെയോ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്കെതിരെയോ നടപടിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിയത്തില്ല. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള കളവുകൾ അല്ലെങ്കിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും. അതിനും അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒരു കേസ് വരെ എത്താം. പക്ഷേ തിരിമറി നടത്തിയത് ആര്, തിരിമറി എവിടെ നടന്നു, എങ്ങനെയാണത് നടന്നത്, ഇത്തരം കാര്യങ്ങളാണ് അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ചീഫിൻ്റെ അല്ലെങ്കിൽ ആസൂത്രണ ബോർഡിൻ്റെ ചീഫിൻ്റെ 3 വിഭാഗങ്ങളിലേക്കാണ് ചീഫ്മാരെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. ആ പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന തിരിമറി ചെറുതല്ല. ചോദ്യപേപ്പറിലെ 9 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അത് മൂല്യനിർണ്ണയം നടത്തിയില്ല എന്നുള്ളത് വലിയ പിശക് തന്നെയാണ്. PSC തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തു, അത് തെറ്റാണ് എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം നടത്തുന്നതിനെ ചൊല്ലിയായിരുന്നു PSCക്കകത്ത് തന്നെ തർക്കം വന്നത്. അതായത് ആദ്യം PSCയുടെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നീട് പരീക്ഷാ കൺട്രോളറേക്ക് ആ അന്വേഷണം മാറുന്നു. പക്ഷേ ഇപ്പോൾ കൺട്രോളറെ മാറ്റി വീണ്ടും PSCയുടെ വിജിലൻസ് വിഭാഗം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും 2 തരത്തിലുള്ള അന്വേഷണം ഒരു ക്രമക്കേടിൻ്റെ പേരിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ പ്രതീക്ഷ PSCയിലാണ്. എല്ലാവരും അല്ലെങ്കിൽ തൊഴിൽ തേടുന്നവരെല്ലാം തന്നെ അന്വേഷിക്കുന്നത് PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയ ഇടപെടലുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരെയും നിയമിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതൊക്കെ മറന്നുകൊണ്ടായിരുന്നു ക്രമക്കേടുകൾ നടന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ ക്രമക്കേട് നടത്തിയത്? പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ചില അന്നത്തെ ഭരണവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെട്ടു, അവർക്ക് വേണ്ടി തൊഴിൽ നൽകിയെന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ ശക്തമായി ഉയരുന്നു. എന്തായാലും ഇതിനിടയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. പരീക്ഷ, അതായത് ഈ വിവാദ പരീക്ഷ എഴുതിയ എല്ലാവർക്കും അവരുടെ ഉത്തരക്കടലാസുകളും അതുമായി ബന്ധപ്പെട്ട മാർക്കുമായി ബന്ധപ്പെട്ട രേഖകളും നൽകണമെന്ന തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. വളരെ നാളത്തെ പരിശ്രമം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വ്യഥ വളരുകയായിരുന്നു, അല്ലെങ്കിൽ വല്ലാത്ത തരത്തിൽ അവരെ വിഷമഘട്ടത്തിലെത്തിച്ചു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു തുടർച്ചയായ ഒരു അന്വേഷണത്തിലൂടെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിക്കരുത് എന്നാണ് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും പറയുന്നത്. കാരണം PSCയിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളാണ് ഇവിടെ അണഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ PSC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ബോർഡിനകത്ത് വലിയ തരത്തിലുള്ള ആശയ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കങ്ങളുണ്ടായി. അതൊക്കെ വെറുതെ മാധ്യമ സൃഷ്ടിയാണെന്ന്. ഒരു പക്ഷേ അത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായെന്ന് വരാം. കാരണം അതിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തി കാണും. കാരണം അത്രയ്ക്ക് വലിയ തെറ്റുകളൊക്കെയാണ് ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടും മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുമൊക്കെ നടന്നിരിക്കുന്നതെന്ന് സർക്കാരിന് തന്നെ ബോധ്യമായിരിക്കുന്നു. ഇനി എത്ര നാൾ വരെയുള്ള ഉത്തരക്കടലാസുകൾ പരിശോധിക്കും, പരീക്ഷകൾ പരിശോധിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും മുന്നിലുള്ള ഒരു സംശയം, ഒരു ചോദ്യം.